മണിപ്പൂരിൽ എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ട് ഇന്ന് 3 ദിവസം തികയുന്നു. എന്നിട്ടും മണിപ്പൂർ പുകയുകയാണ്. രാഷ്ട്രപതി ഭരണത്തെ മെയ്ത്തികൾ ശക്തമായി എതിർക്കുമ്പോൾ മറുവശത്ത് കുക്കികൾക്ക് അത് പ്രതീക്ഷയുടെ കിരണമാണെന്ന് പ്രതികരിക്കുകയാണ് കുക്കികൾ. വ്യാഴാഴ്ചയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. കലാപകലുഷിതമായ സംസ്ഥാനത്ത് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് ബിരേൻ സിംഗ് രാജിവെച്ചത്. ബിരേൻ സിംഗിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പൊതു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇതുവരെ ബിജെപിക്ക് കഴിയാത്ത സാഹചര്യത്തിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ആലോചനയുണ്ടായിരുന്നു. മണിപ്പൂരിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് സംബിത് പത്രയും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശാരദാ ദേവിയും ഗവർണർ അജയ്കുമാർ ഭല്ലിയെയും കണ്ട് സാഹചര്യങ്ങൾ വിശദീകരിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള വിജ്ഞാപനം എത്തിയത്. 6 മാസത്തിലൊരിക്കൽ സഭാ സമ്മേളനം ചേരണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റാനാകില്ലെന്ന ഘട്ടത്തിലാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 12-നാണ് ഒടുവിൽ നിയമസഭ സമ്മേളിച്ചത്. നിലവിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 10 മുതൽ സഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് ബിരേൻ സിംഗ് രാജിവെച്ചത്. ഇതിനെ തുടർന്നാണ് ഗവർണർ സഭ സമ്മേളനം അസാധുവായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനേക്കാൾ രാഷ്ട്രപതി ഭരണത്തിലാണ് കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് തദ്ദേശീയ ഗോത്രവർഗ ലീഡേഴ്സ് ഫോറം പ്രതികരിക്കുകയുണ്ടായി. ബിരേൻ സിംഗിന്റെ പിൻഗാമിയെ കണ്ടെത്താൻ ബിജെപിക്ക് ഇതുവരെ സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. മെയ്തേയികളിൽ നിന്ന് ഇനിയൊരു മുഖ്യമന്ത്രിയെ കുക്കികൾക്ക് വിശ്വാസവുമില്ല. ഗോത്രവർഗ ലീഡേഴ്സ് ഫോറം ഇത് കൂട്ടിച്ചേർത്തു. 2023 മെയ് 3-ന് തുടങ്ങിയ വംശീയ കലാപം കൈകാര്യം ചെയ്യുന്നതിൽ പക്ഷപാത നിലപാടാണ് ബിരേൻ സിംഗും കേന്ദ്രത്തിലെ മോഡി സർക്കാരും സ്വീകരിച്ചത്. തെക്ക് കിഴക്കൻ സംസ്ഥാനത്തിനുള്ളിലും ദേശീയ തലത്തിലും കലാപത്തിന്റെ ഭാഗമായി നടന്ന വംശീയ ഹത്യക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായിട്ടും ഒരു അനങ്ങാപ്പാറ നയമാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ബിജെപി സർക്കാർ സ്വീകരിച്ചത്. രാഷ്ട്രപതി ഭരണം വന്നാൽ കലാപം വീണ്ടും ഉണ്ടാകാനിടയുള്ള പ്രവർത്തനങ്ങൾ തടയാൻ സാധിക്കുമെന്ന് ബിജെപി കരുതിയിരുന്നു. അതേസമയം തങ്ങളുടെ പ്രതിനിധിയെ അടുത്ത മുഖ്യമന്ത്രിയാക്കണമെന്നാണ് മെയ്തേയികളുടെ വാദം. അതിനുള്ള നടപടികളാണ് വേണ്ടതെന്നും MLA-മാർ ഉടൻ യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണമെന്നും മെയ്തേയികളുടെ നേതാക്കൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ MLA-മാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്രത്തിന്റെ സഹായം തേടണമെന്നാണ് ഭൂരിപക്ഷം മെയ്ത്തികളും തീരുമാനിച്ചിട്ടുള്ളത്. അധികാരം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതാണ് പ്രശ്നമെന്നാണ് കുക്കികളുടെ വാദം. ബിജെപിക്ക് അടിത്തറയില്ലാതിരുന്ന ആ സംസ്ഥാനത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് ആണ് ജയിച്ചിരുന്നത്. അവസാനമായി നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കുതന്ത്രങ്ങളോടുകൂടി പണം വാരിയെറിഞ്ഞും കോൺഗ്രസിൽ നിന്നും ബിരേൻ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അടർത്തി മാറ്റിയുമാണ് ബിജെപി മണിപ്പൂരിൽ സർക്കാർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപത്തിന് ശേഷം ആ പ്രദേശം സന്ദർശിക്കാതിരുന്നത്. തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ കേന്ദ്ര സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നത് ബിജെപിയുടെ ഭരണത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾക്ക് പ്രസക്തി ഏറുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെ മണിപ്പൂർ ഭരിക്കാൻ ബിജെപിക്ക് കഴിയില്ലെന്ന് തെളിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പ്രധാനമന്ത്രി മോദിക്ക് മണിപ്പൂർ സംസ്ഥാനത്തിനോടുള്ള ഉത്തരവാദിത്വം നിഷേധിക്കാൻ കഴിയില്ല എന്നും ഇനിയെങ്കിലും അദ്ദേഹം സംസ്ഥാനം സന്ദർശിക്കുമോ എന്നും രാഹുൽ ചോദിച്ചു. മണിപ്പൂരിലെ ജനങ്ങൾക്ക് സമാധാനവും സാധാരണ ജീവിതവും പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതി വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സാഹചര്യം മോദിയും ബിജെപിയും എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇന്ത്യ ഒട്ടാകെ നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.